Hello, hi everyone. Hello. Now we are studying this environmental management and human rights. അതിൽ ഗ്രീൻ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഗ്രീൻ അക്കൗണ്ടിംഗ്. What is green accounting? It is kind of accounting attempting to take environmental cost to financial result. അപ്പോൾ നമ്മൾ കോസ്റ്റ് കണക്കാക്കുമ്പോൾ എൻവയോൺമെന്റൽ കോസ്റ്റ് അല്ലെങ്കിൽ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മൾ നേച്ചറിനോട്ട് കൊടുക്കുന്ന അഡീഷണൽ എക്സ്പെൻസസ് അതെല്ലാം കൺസിഡർ ചെയ്യണം എന്നാണ് നമ്മൾ ഈ ഗ്രീൻ അക്കൗണ്ടിങ്ങിനകത്ത് പഠിച്ചത്. അതിന്റെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീൻ ഓണ്ടർപ്രണർഷിപ്പ് ഓർ ഗ്രീൻ ബിസിനസ് ആണ് അല്ലെ. ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും, ഗോ ഗ്രീൻ ആയിരിക്കും, ഭയങ്കരമായിട്ട് ഗ്രീനിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും നമ്മൾ. അപ്പൊ എന്താ ഗ്രീൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ? ഗ്രീൻ ബിസിനസ് ഈ സ്മാർട്ട് ബിസിനസ്, മോഡേൺ ബിസിനസ് ആണ് ഗ്രീൻ ബിസിനസ് കേട്ടോ. ഗോയിങ് ഗ്രീൻ എന്നുള്ളതാണ് നമ്മുടെ മോഡേൺ ബിസിനസിന്റെ ഒരു മോട്ടോ ആണ്. കാരണം ഗോയിങ് ഗ്രീൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി എക്സ്പെൻസസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പെൻസസ് എങ്ങനെ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ നമുക്കിപ്പോൾ പേപ്പർലെസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർത്തോ. നമ്മളെല്ലാം ഇങ്ങനെ പേപ്പറിൽ എഴുതി പേപ്പർ വലിച്ചു കയറി അത് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും, കോസ്റ്റ് കുറയും. അപ്പൊ നമ്മൾ ഗോ ഗ്രീൻ ആണ്, എൻവയോൺമെന്റിനെ അത്രയും പ്രൊട്ടക്ട് ചെയ്യാണ്. അതുപോലെ നമ്മൾ LED ബൾബ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ സ്മാർട്ട് ബിസിനസ്സിലെല്ലാം എങ്ങനെയായിരിക്കും? അപ്പൊ നിങ്ങളൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഗോ ഗ്രീൻ ആയിരിക്കണം, ഗ്രീൻ ബിസിനസ് ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോയിങ് ഗ്രീൻ പ്രൊവൈഡ്സ് ബോട്ടം ലൈൻ കോസ്റ്റ് സേവിങ്. ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് എങ്ങനെ സേവ് ചെയ്യുക. അതായത് നമുക്കിപ്പം നമ്മള് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ടോട്ടൽ സെയിൽസിൽ നിന്ന് കോസ്റ്റ് കുറയ്ക്കുന്നതാണ്. അപ്പൊ ആ ബോട്ടം ലൈൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് ആണ് ഈ ഗോയിങ് ഗ്രീൻ എന്ന് പറയുന്നത്. ഗോയിങ് ഗ്രീൻ പ്രൊവൈഡ്സ് ബോട്ടം ലൈൻ കോസ്റ്റ് സേവിങ് ആസ് വെൽ ആസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻസ്മെന്റ് ഇൻ ദി മാർക്കറ്റ്. നമുക്ക് ബാക്കി ഫേമിനെ കഴിഞ്ഞു, കാരണം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമ്പോൾ നമുക്ക് അത്രയും കുറച്ച് പ്രൈസിൽ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും. അപ്പൊ ബാക്കി ഫേംസിനെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ. Then attracts highest quality employees. നമ്മൾ നല്ല ഗോയിങ് ഗ്രീൻ നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നല്ല എംപ്ലോയീസ് ഒക്കെ നമ്മുടെ ഫാമിലോട്ട് വരും. ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഗോയിങ് ഗ്രീൻ ആയിട്ട് പോകുന്ന ഒരു ഫാമിന്റെ മാനേജർ ആയിട്ടൊക്കെ നമ്മൾ ഇരിക്കുന്നത് ഒത്തിരി സുഖമുള്ള പാടല്ലേ. ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഭയങ്കര മിടുക്കരായിട്ടുള്ളവരല്ലേ, നല്ല കഴിവുകളൊക്കെ ഉള്ളവരാ. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തൊക്കെ ഗ്രീനിഷ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാം. ഗ്രീൻ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയാൽ, ഇറ്റ് ഈസ് ദി ആക്ടിവിറ്റി ഓഫ് കോൺഷ്യസ്ലി അഡ്രസ്സിങ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് കേട്ടോ. നമ്മൾ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കോൺഷ്യസ്ലി അഡ്രസ് ചെയ്യാണ് നമ്മളുടെ ഫോം through the realization of entrepreneurial ideas with minimum loss to natural environment. നേച്ചറിനെ നമ്മൾ ഏറ്റവും കുറച്ച് ദ്രോഹിച്ചോണ്ട്, ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ്, മഴവെള്ള സംഭരണിയൊക്കെ വെച്ച് അത് ചെയ്യുന്നു, പേപ്പർലെസ് ആയിട്ടുള്ള ഓഫീസ് ആക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ട്രാവലിംഗ് പൊല്യൂഷൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് കോൾസ് ഒക്കെ കുറച്ച് കോൺഫറൻസ് കോൾസ് ഒക്കെ ആക്കുന്നു. അങ്ങനെ എല്ലാം ഭയങ്കര മോഡേണൈസ് ചെയ്യാണ്. പക്ഷെ എല്ലാം ഫിനാൻഷ്യലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള, എപ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഫ്യൂച്ചറിനും കൂടെ അല്ലെങ്കിൽ നേച്ചറിനെ ഏറ്റവും കുറച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് വരും തലമുറയ്ക്കും കൂടെ നമ്മളെല്ലാം ഇങ്ങനെ കരുതി വെക്കുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ ഓണ്ടർപ്രണർഷിപ്പ് എന്താണ്? Activity of consciously addressing environmental issues through the realization of entrepreneurial ideas with a minimum loss to natural environment. Same time, that must be financially sustainable. Then green business is also known as eco-entrepreneurship. Eco-entrepreneur or ecological entrepreneurs. Green entrepreneurship is known as future-oriented entrepreneurial branch. അങ്ങനെ പറയാറുണ്ട് ഇതിന്. ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. കാരണം നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിനെ കരുതി വെക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഫ്യൂച്ചർ ഓറിയന്റഡ് ഓണ്ടർപ്രണറിയൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. സിൻസ് ഗ്രീൻ ബിസിനസ് ഈസ് എയിമിംഗ് ടു ലീവ് ദ റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ഓൾസോ, ഫ്രം പ്രൊഡ്യൂസർ ടു റീറ്റെയിലർ,
Green business allows all the proactive to environmental requirement. നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് കരുതി വെക്കുന്ന പോലെ നമ്മളെങ്ങനെയാണ് വരും സൊസൈറ്റിക്ക് വേണ്ടി കരുതി വെക്കുക, കുറച്ചുകൂടി ബ്രോഡായിട്ട്. അങ്ങനെയുള്ള ഒരു ബിസിനസ് ആണ് ഗ്രീൻ ബിസിനസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഗ്രീൻ ബിസിനസ്? Green entrepreneurship is the activity of consciously addressing environmental issues through the realization of entrepreneurial ideas with the minimum loss to natural environment. അപ്പോൾ വാട്ട് ഈസ് ഗ്രീൻ ഓണ്ടർപ്രണർഷിപ്പ്, വാട്ട് ഈസ് ഗ്രീൻ ബിസിനസ്, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. Green entrepreneurship is the business opportunity that can save the earth and make you money. Earthനെ സേവ് ചെയ്യുക, നമുക്ക് പണവും ഉണ്ടാക്കാനായിട്ട് പറ്റും. And the concept of green entrepreneurship came up from the combination of main characteristics of entrepreneur itself. It is green business എന്നൊക്കെ പറയുന്നത്, it is the nature of innovation. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്, റിസ്ക്, a brand of new business idea, ecological and social engagement. സൊസൈറ്റിയെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. So it is actually sustainable entrepreneurship ആണ്. It is one of the 3 important components of sustainable development at the intersection of traditional, social and sustainable entrepreneurship. Beyond ഈ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ആണ് നമ്മുടെ ഒരു മൂവിംഗ് ഫോഴ്സ് ഓഫ് ഇക്കോണമി അല്ലെ. ഓണ്ടർപ്രണർഷിപ്പ് നമ്മൾ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോൾ പറഞ്ഞു എല്ലാ ഇൻഡസ്ട്രി അടഞ്ഞു കിടന്നാൽ നമ്മുടെ നമുക്ക് മൂവിംഗ് ഫോർവേഡ് ഉണ്ടാവില്ല, ഡൗൺ ആയി പോകും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിപ്പോ ഇതൊക്കെ തുറക്കുന്നതൊക്കെ. ടെക്നോളജിക്കൽ ഓർഗനൈസേഷനിലെ ഇന്നോവേഷൻസ് ഒക്കെയാണ് നമുക്ക് വേണ്ടിയത്. ട്രെയിനിങ് സ്റ്റാഫ് ടു ഓൺ eco entrepreneurship as well as finding plan for solving an eco issue are key strategy to green idea. നമുക്ക് ഗോ ഗ്രീൻ വേണമെങ്കിൽ എന്താ വേണ്ടത്? സ്റ്റാഫിന് ഈ എക്കോ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഒക്കെ ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. എക്കോ ഓണ്ടർപ്രണർഷിപ്പ് ആർ ദി ഏജന്റ്സ് ഓഫ് ചേഞ്ച് ബൈ ഡിസ്ട്രോയിങ് കൺവെൻഷണൽ പ്രൊഡക്ഷൻ മെത്തേഡ്സ്. നമ്മൾ ചെയ്യുന്ന എന്താണ്? പുരാതനമായിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്സും അതൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നോവൽ ഐഡിയാസ്, ന്യൂ സുപ്പീരിയർ ഇക്കോളജിക്കൽ പ്രോഡക്ട്സും സർവീസസും ഐഡിയാസും ഒക്കെ റീപ്ലേസ് ചെയ്യുന്ന സൂപ്പർ ബിസിനസ്മാൻ ആയിട്ട് വരുന്നവരാണ് ഈ ഗോയിങ് ഗ്രീൻ ആയിട്ടുള്ള സ്മാർട്ട് ബിസിനസ് പീപ്പിൾ. നമ്മൾ അതിലോട്ട് ഉയർന്നു വരണം. ഇനി വരും കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സ്കോപ്പ് ഓർ പർപ്പസ് ഓഫ് ഗോയിങ് ഗ്രീൻ എന്തൊക്കെയാന്ന് നോക്കി. ഗ്രീൻ ഓണ്ടർപ്രണർഷിപ്പിന്റെ പർപ്പസ് എന്തൊക്കെയാന്ന് നോക്കി. ഓഫറിംഗ് പ്രോഡക്റ്റ് ഓർ സർവീസസ് ഫോർ കൺസംഷൻ വിച്ച് ലീഡ്സ് ടു ചേഞ്ച് ഇൻ യൂസേഴ്സ് ബിഹേവിയർ. എങ്ങനെയുള്ള പ്രോഡക്റ്റാ കൊടുക്കേണ്ടത്? ചേഞ്ച് ഇൻ യൂസേഴ്സ് ബിഹേവിയർ, റെഡ്യൂസിംഗ് ദി നെഗറ്റീവ് ഇഫക്ഷൻ ടു ദി എൻവയോൺമെന്റ് ആൻഡ് ഈക്വലൈസിംഗ് എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് ഗോൾസ് ഓഫ് ദി ബിസിനസ്. പുതിയ കാറൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും കാർബണും അങ്ങനത്തെ ഇതൊക്കെ ഏറ്റവും എമിഷൻ കുറവുള്ളത്. അതാണ് പുതിയ ബിസിനസ് ഐഡിയാസ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ യൂസേഴ്സ് ബിഹേവിയർ ആണ്, റെഡ്യൂസിംഗ് ദി നെഗറ്റീവ് ഇഫക്ഷൻ ദി എൻവയോൺമെന്റ് ആൻഡ് ഈക്വലൈസിംഗ് ദി ഇക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് ഗോൾസ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ ഓഫറിംഗ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഫോർ consumption which leads to change in users behavior, reducing negative effection. നമുക്ക് നെഗറ്റീവ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് വിടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെട്രിമെന്റൽ ടു നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ ഏറ്റവും കുറച്ച് വേണം ഈ കൺസ്യൂം ചെയ്യുന്നവരും ബിഹേവ് ചെയ്യാനായിട്ട്. Then introduction to new ecological solution to problems connected with production consumption of products and services. Introduction to new ecological solution to problems concerned with production and consumption. അപ്പോൾ ഇക്കോളജിക്കൽ സൊല്യൂഷൻസ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോബ്ലത്തിന് കൊടുക്കുന്നത് കേട്ടോ. ഇക്കോളജിക്കൽ സൊല്യൂഷൻസ്. ഡെവലപ്പിംഗ് ന്യൂ ബിസിനസ് മോഡൽസ് വിച്ച് മൈറ്റ് ലീഡ്സ് ടു സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെന്റ്. ന്യൂ ബിസിനസ് മോഡൽസ് കൊടുക്കുക. ഫൈൻഡിങ് ന്യൂ പോസിബിലിറ്റീസ് ഇൻ ദി മാർക്കറ്റ് വിച്ച് ആർ ഇൻ കണക്ഷൻ വിത്ത് ദി ഡിമാൻഡ് ആൻഡ് ന്യൂ വേ ഓഫ് ലിവിംഗ് ദി സൊസൈറ്റി. Finding new possibilities in the market. മാർക്കറ്റിലെ പുതിയ പോസിബിലിറ്റീസ് കൊടുക്കുകയാണ്. ഒരു പുതിയ വേ ഓഫ് ലിവിങ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ യൂസ് ചെയ്യുന്നു. അതെല്ലാം കൊണ്ടുപോയി നമ്മൾ
ഡംപ് ചെയ്യുമ്പോഴത്തേക്ക് അത് എർത്തിന് അത് ഭയങ്കര ഹെവി ലോഡായിരിക്കും. കാരണം അത് മണ്ണിലോട്ട് ചേരൂല. അതിന് പകരമാണ് നമ്മൾ പേപ്പർ ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ബിഹേവിയർ പാറ്റേൺ ആക്കി മാറ്റണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഓഫറിംഗ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഫോർ കൺസംഷൻ വിച്ച് ലീഡ്സ് ടു ചേഞ്ച് ഇൻ യൂസേഴ്സ് ബിഹേവിയർ ആൻഡ് റെഡ്യൂസിംഗ് നെഗറ്റീവ് റിഫ്ലക്ഷൻ ഇൻ ദി എൻവയോൺമെന്റ്. ഇൻട്രൊഡക്ഷൻ ടു ഇക്കോളജിക്കൽ സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. ഇക്കോളജിക്കൽ സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇക്കോളജിക്കൽ സൊല്യൂഷൻസ് ടു പ്രോബ്ലം. എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അതിനകത്ത് എപ്പോഴും ഇക്കോളജിക്കൽ സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ ഡെവലപ്പിംഗ് ന്യൂ ബിസിനസ് മോഡൽസ്. എങ്ങനെയുള്ളതാണ്? ന്യൂ ബിസിനസ് മോഡൽസ് വിത്ത് സസ്റ്റൈനബിൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. ന്യൂ ബിസിനസ് മോഡൽസ് വിത്ത് സസ്റ്റൈനബിൾ economic development. Then finding new possibilities in the market which are in connection with demand, a new way of living. നമ്മൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ന്യൂ വേ ഓഫ് ലീവ് അല്ലെ? ന്യൂ വേ ഓഫ് ലിവിങ് ആണ്. ലീവ് വിത്ത് ഗ്രീൻ അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുക. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു? Change in users behavior. Supply, offering products that may change in users behavior or reducing reflection to society. ഇതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടായിരുന്നു എന്താണ്? ഗ്രീൻ ഓണ്ടർപ്രണർഷിപ്പ് കോൺസ്റ്റന്റ്ലി അഡ്രസ്സിംഗ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അഡ്രസ്സിംഗ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. വാട്ട് ഈസ് ഗ്രീൻ ബിസിനസ്, വാട്ട് ഈസ് ഗ്രീൻ ഓണ്ടർപ്രണർഷിപ്പ്, അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും കൂടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സസ്റ്റൈനബിൾ ബിസിനസ് ആണ്, ഫ്രണ്ട്ലി ബിസിനസ് ആണ്, reduce the negative impact on the environment, reduce cost, make the world safer and healthier, attracts to top talent, the people, uses products that are made from recycled material use ചെയ്യുക. Facilitates eco-friendly life, creates job opportunities, empowers workers and honors with their humanity. വർക്കേഴ്സിനെയൊക്കെ empower ചെയ്യുക, honor ചെയ്യുക, their humanity, protects their customers and clients, improve quality of life with product and services, with a green product and services, ഗ്രീൻ പ്രോഡക്റ്റും സർവീസസ് ഒക്കെ കൊടുത്തോണ്ട് നമ്മളതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. നമ്മളിത് മനസ്സിലാക്കി ഇൻട്രസ്റ്റോടെ പഠിച്ചാൽ ഭയങ്കര എളുപ്പമായിരിക്കും. നമുക്ക് വീട്ടിലും കോളേജിലും നമ്മുടെ ഓഫീസിലും എല്ലാം എന്താണ്? ഗോ ഗ്രീൻ ആക്കുക, ലീവ് വിത്ത് ഗ്രീൻ ആക്കുക. എഫേർട്സ് റിക്വയർഡ് ഫോർ മേക്കിംഗ് ഗ്രീൻ ബിസിനസ് സക്സസ്ഫുൾ. എന്തൊക്കെ എഫേർട്സ് ആണ് വേണ്ടത്? എഫേർട്സ് ഫോർ കോസ്റ്റ് സേവിങ് ആൻഡ് എൻഹാൻസ്മെന്റ് ഓഫ് പ്രോഫിറ്റ്. കോസ്റ്റ് സേവിങ് പ്രോജക്ട്സ് വേണം നമുക്ക്. എഫേർട്സ് ടു ക്യാപിറ്റലൈസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നമുക്ക് ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെ കഴിഞ്ഞു അഡ്വാൻറ്റേജ് എടുക്കണം. അത് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് പറ്റണം. നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യണം. എഫേർട്സ് ടു മേക്ക് ദി വേൾഡ് സേഫർ ആൻഡ് ഹെൽത്തിയർ. പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഈ വേൾഡ് ഒക്കെ മാറ്റി ഒരു ഹെൽത്തിയർ, ഒരു ഡ്രീമാണ് നമ്മുടെ, അല്ലെ? വെളിയിലൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ അവർ ഇങ്ങനെ വളരെ പ്യുവർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കതൊരു കൊതിയാവും ശരിക്കും. നമ്മൾ എന്തുമാത്രം സഫർ ചെയ്യുന്നു. നമ്മളായിട്ട് വേണം അതൊക്കെ മാറ്റാനായിട്ട്. എഫേർട്ട് ടു മിറ്റിഗേറ്റ് റിസ്ക്, എഫേർട്ട് ടു റീറ്റെയിൻ ആൻഡ് അട്രാക്ട് ടോപ്പ് ടാലന്റ് പീപ്പിൾ. ഒത്തിരി പേര് ഈ കൺട്രിയിൽ നിന്ന് തന്നെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര പൊല്യൂഷനും ഇവിടെ ഭയങ്കര പ്രോബ്ലം ഒക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ടാലന്റിനെ ഒക്കെ അട്രാക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കൺട്രി ആക്കി നമ്മളെ മാറ്റണം ഇത്. എഫേർട്സ് റിക്വയർഡ് ഫോർ മേക്കിംഗ് ഗ്രീൻ ബിസിനസ് സക്സസ്ഫുൾ. Cost saving, enhancement, profit, effort to capitalize competitive advantage, effort to make the world safer and healthier.
ഓക്കെ, ബാക്കി ഞാൻ അടുത്ത ദിവസം എടുക്കുന്നില്ല.